ഇനി എല്ലാവർക്കും അവരുടെ സീറ്റുകളിലേക്ക് മടങ്ങാം. ശരി മാഡം. ആ മിസ്റ്റർ ജോൺ, മാഡം, ഒരു മിനിറ്റ്. ജോൺ നല്ലൊരു കോർഡിനേറ്റർ കൂടിയാണ്. മനോഹരമായി ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. താങ്ക്സ് മാഡം. കോളേജിൽ പഠിക്കുമ്പോൾ ഞാനൊരു ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. ഓ ഗുഡ്. രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു ജോണിന് ചേർന്നത്. എങ്കിൽ ഇതിൽ കൂടുതൽ ശോഭിക്കായിരുന്നു. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. 1 മിനിറ്റ്. കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിന്റെ ഫയലിംഗ് എടുക്കുക. ശരി മാഡം. എന്തിനാ എനിക്കിപ്പോ ഈ ഫയല് ചോദിച്ചിരിക്കുന്നത്? ലേലത്തിന് പിന്നിലെ കൂട്ടുകെട്ട് ബിസിനസ് വല്ലതും മാഡം അറിഞ്ഞു കാണോ? അതോ എൻ്റെ ഈ കേസിലെ ഇൻവോൾവ്മെന്റ് ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടാവോ? എന്തായാലും നിൽക്കാൻ പറഞ്ഞത് നല്ലതിനായിരിക്കില്ല. ചോദ്യങ്ങളുണ്ടോ? ഏത് രീതിയിലായാലും കാര്യങ്ങൾ ഫേസ് ടു ഫേസ് നേരിടേണ്ടിയിരിക്കുന്നു. ജോൺ ഇരിക്കെ. സർക്കാരിന്റെ ഖജനാവിലേക്ക് ബൾക്കായി വന്നു ചേരേണ്ട ലേലത്തുക എന്തുകൊണ്ടാണ് അത്രയും ചെറിയൊരു എമൗണ്ടിലേക്ക് ഉറപ്പിക്കേണ്ടി വന്നത്? സർക്കാർ ലേലമല്ലേ, ബഹുജന പങ്കാളിത്തം കുറവായിരുന്നു, അതാ. കുറവായതോ അതോ മനഃപൂർവ്വം കുറവാക്കിയതോ? മാഡം എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം ഷെയർ ചെയ്തേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു പേഴ്സണൽ ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ACP ചന്ദ്രബോസും മുൻ മേയർ സുസ്മിതയുമായിട്ടൊക്കെ നല്ല സൗഹൃദമാണ് അല്ലേ? സൗഹൃദമാണോന്ന് ചോദിച്ചാ നല്ല സൗഹൃദമാണ്. മാത്രമല്ല, ചന്ദ്രബോസിന്റെ ഒരു കസിൻ സിസ്റ്ററെ വിവാഹം കഴിച്ചിരിക്കുന്നത് ജോണിന്റെ ഒരു കസിൻ ബ്രദറാണ് അല്ലേ? ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്ന രീതിയിൽ അന്ന് അതൊരു വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ നിങ്ങൾ ഇടപെട്ടിട്ടാണ് അതൊരു നിലയിലേക്ക് ആക്കിയത് അല്ലേ? കഴിഞ്ഞ ഓഗസ്റ്റ് 12-നോ 13-നോ ആയിരുന്നു വിവാഹം, ശരിയല്ലേ? ഈശ്വര, ഇവളെന്റെ എല്ലാ ഗ്രഹനിലയും അരിച്ചു കുറിക്കിട്ടിരിക്കുകയാണല്ലോ. ജോൺ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ?